നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ് ശല്യം രൂക്ഷം. ഇരുചക്ര വാഹന യാത്രക്കാർ ഭീതിയിൽ. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഭാര്യയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ ഭർത്താവിനെ 14 വർഷത്തിനു ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. വാർത്തകൾ വിശദമായി. തെരുവുനായ് ശല്യം രൂക്ഷം. ഇരുചക്ര വാഹന യാത്രക്കാർ ഭീതിയിൽ. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലാണ് തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ തെരുവുനായ ഇരുചക്ര വാഹനത്തിന് കുറുകെ ചാടിയതിനെ തുടർന്ന് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. കൊടകര പേരാമ്പ്ര സ്വദേശി കല്ലിങ്ങപ്പുറം വീട്ടിൽ 49 വയസ്സുള്ള പ്രദീപ്, മറ്റത്തൂർ പള്ളത്ത് വീട്ടിൽ 59 വയസ്സുള്ള കേശവൻ എന്നിവർക്കാണ് പരിക്ക്. ഇരുവരും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 3 മുറിയിൽ സിനിമാ തിയേറ്ററിന് സമീപത്ത് വെച്ചാണ് അപകടം. റോഡിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇവരുടെ ഇരുചക്ര വാഹനത്തിന് കുറുകെ തെരുവുനായ ചാടുകയായിരുന്നു. ഇതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് മറിഞ്ഞ് ഇരുവർക്കും പരിക്കേറ്റു. റോഡരികിൽ പ്രവർത്തിക്കുന്ന അറവുശാലയ്ക്ക് സമീപം തെരുവുനായ്ക്കൾ കൂട്ടം കൂടി നിൽക്കുന്നത് പതിവ് കാഴ്ചയെന്നാണ് യാത്രക്കാർ പറയുന്നത്. 2 വർഷം മുൻപ് 3 മുറിയിൽ തന്നെ കോടാലി സ്വദേശി കാളത്ത് പറമ്പിൽ രമേശ് ഇത്തരത്തിൽ അപകടം പറ്റി മരണപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനട യാത്രക്കാർ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്ത് യാത്രക്കാർക്ക് നേരെ തെരുവുനായകൾ കുരച്ചു പാഞ്ഞു വരുന്നത് പതിവ് കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു. തെരുവുനായ് ശല്യത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. വേലുപ്പാടം വെണ്ണൂറാൻ വീട്ടിൽ ഹസൈനാർ, ഭാര്യ പാത്തുമ, ഹസൈനറുടെ സഹോദരന്റെ മകൾ വലിയകുളം പള്ളിപ്പുറത്ത് നൌഷാദ്, ഭാര്യ സക്കീന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. തോട്ടം തൊഴിലാളികളായ പാത്തുമയെയും സക്കീനയെയും ടാപ്പിംഗിനായി ഹാരിസൺ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് സംഭവം. വലിയകുളത്ത് വെച്ച് തോട്ടത്തിന്റെ മതിൽ ചാടി റോഡിലേക്ക് വന്ന മാൻ ബൈക്ക് ഇടിച്ചു മറിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് 3 പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റ ഇവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളായ സുഹറ മജീദ്, അഷ്റഫ് ചാലിയത്തുടി എന്നിവരും ആശുപത്രിയിലെത്തി. മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണണമെന്നും തോട്ടം തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കണമെന്നും പഞ്ചായത്ത് അംഗം സുഹറ മജീദ് ആവശ്യപ്പെട്ടു. ജോലിക്ക് പോവുമായിരുന്നു. പോകുന്ന സമയത്ത് മാന് ചാടി, ഞങ്ങൾ ബൈക്കിൻ്റെ മുന്നിൽ ചാടി ബൈക്ക് വീണ് 3 പേർക്ക് അപകടത്തിൽ പെട്ടു. എന്നിട്ട് അവിടെ അടുത്ത് ഓട്ടോറിക്ഷക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പാവപ്പെട്ട തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ജോലിക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആ എസ്റ്റേറ്റിൽ താമസിക്കാനോ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പാലപ്പള്ളി പ്രദേശം മേഖലയുള്ളത്. അതിനു മാത്രം വേണ്ടി ഭാര്യയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ ഭർത്താവിനെ 14 വർഷത്തിനു ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. ആലപ്പുഴ ആറാട്ടുവഴി ആര്യാട് മണ്ണാംപറമ്പിൽ അച്ചാർ ബാബു എന്ന ബാബുവിനെയാണ് കൊരട്ടി SHO അമൃതരംഗനും സംഘവും ചേർന്ന് കോട്ടയത്ത് നിന്ന് പിടികൂടിയത്. 1999 മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ പ്രതി മുരിങ്ങൂരിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിൽ തിരുമുടിക്കുന്ന ആശുപത്രിക്ക് സമീപം താമസിച്ചിരുന്ന പനങ്ങാട്ടുപറമ്പിൽ ദേവകിയെ കൊലപ്പെടുത്തുകയായിരുന്നു. 2001 ഒക്ടോബറിൽ ദേവകിയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിനു ശേഷം ദേവകിയുടെ ദേഹത്തുണ്ടായിരുന്ന 6 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ഒളിവിൽ പോയി. 2 വർഷത്തിനു ശേഷം ബാബുവിനെ പിടികൂടി. 2 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ജയിലിൽ നിന്നിറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു.
മധുര, കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക കൃത്യമായി കൈപ്പറ്റി വരുന്നതായി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വർഷം തോറും ഇൻഷുറൻസ് ലഭിക്കാൻ പുതുക്കി വരുന്നതറിഞ്ഞ കൊരട്ടി പോലീസ് മാസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തെ തുടർന്ന് പുതിയ വർഷത്തിൽ ഇൻഷുറൻസ് പുതുക്കാൻ കോട്ടയത്ത് വരുന്നുണ്ടെന്നറിഞ്ഞ് കൊരട്ടി പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഭാര്യ ദേവകിയുടെ പേരിലുള്ള 6 സെന്റ് സ്ഥലവും മറ്റും കൈവശപ്പെടുത്താൻ കൂടിയാണ് നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്ന ഭാര്യ ദേവകിയെ ഇയാൾ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞ പ്രതി ഓരോ സ്ഥലത്തും പല പേരുകളിലാണ് കഴിഞ്ഞിരുന്നത്. വേണു, മോഹനൻ, ഗോപാലകൃഷ്ണൻ തുടങ്ങി പല പേരുകളിൽ ഒളിവിൽ കഴിഞ്ഞു. ദേവകിയെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് 2 വിവാഹവും പ്രതി കഴിച്ചിരുന്നു. അക്കാലത്ത് വലിയ വിവാദമായിരുന്ന കൊലപാതകമായിരുന്നു തിരുമുടിക്കുന്ന് കൊലപാതകം. കൊരട്ടി SHOയ്ക്ക് പുറമെ SIമാരായ CP ഷിബു, OG ഷാജു, സൈബർ സെൽ SI CS സൂരജ്, സീനിയർ CPOമാരായ PK സജീഷ് കുമാർ, PS ഫൈസൽ, CPO ശ്യാം P ആന്റണി എന്നിവരുടെ നേതൃത്വത്തിൽ മാസങ്ങളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വെള്ളിയാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 2001 വർഷത്തില് മുരുകോട് ഡിവൈനിൽ ധ്യാനത്തിന് വന്ന ആളാണ് ഈ അച്ചാർ ബാബു എന്നാണ്. അയാള് അവിടെ ഒരു ചായക്കടക്കാരനുമായിട്ട് പരിചയപ്പെട്ട് അയാളുടെ സഹോദരി ദേവകിനെ വിവാഹം കഴിച്ച് ജീവിച്ചു വരവേ ദേവകിയുടെ പേരിലുള്ള വീട് സ്വന്തമാക്കാൻ വേണ്ടി ഉള്ള തർക്കത്തിനിടയിൽ മദ്യപിച്ച് അവരെ വെട്ടി കൊലപ്പെടുത്തി. ഇതിനുശേഷം ഇവിടെ നിന്നും മുഴുവൻ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ വീട്ടിൽ വൻ തീപിടുത്തം. ലൈറ്റ് ആൻഡ് സൌണ്ട് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ പ്രഭ സൌണ്ട് ആൻഡ് ഇലക്ട്രിക്കൽസ് ഉടമ അമ്പാടി ജയന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. ഈ സമയം വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ ഓഫീസർ KS ഡിബിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വീടിന്റെ സ്വീകരണ മുറിയിൽ ഉണ്ടായിരുന്ന ഫർണിച്ചറുകൾ, TV, ഇൻവെർട്ടർ, ഷെൽഫുകൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചു. വീടിന്റെ സീലിംഗിനും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ജയൻ ഒഴികെ വീട്ടിലെ മറ്റുള്ളവർ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നതിനാൽ ജയൻ മാത്രമാണ് വീട്ടിലുള്ളത്. രാവിലെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചുവെച്ച് ക്ഷേത്ര ദർശനത്തിനായി പോയതായിരുന്നു ജയൻ. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ വിളിച്ചപ്പോൾ തിരികെ എത്തുമ്പോൾ തീ പടർന്നതായി കണ്ടു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന 3 LPG സിലിണ്ടറുകൾ അഗ്നിരക്ഷാസേന സുരക്ഷിതമായി പുറത്തെത്തിച്ച് വൻ ദുരന്തം ഒഴിവാക്കി. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ചാലക്കുടി നഗരസഭ ചെയർമാൻ എബി ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 50 വർഷ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ചയിൽ പനമ്പിള്ളി കോളേജ് നൽകിയ സംഭാവനകളെ മന്ത്രി എടുത്തുപറഞ്ഞു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം കൂടി വളർത്തിയെടുക്കുകയാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അസാപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്കിൽ കോഴ്സുകളും ഇതിന് ഉദാഹരണമാണെന്ന് മന്ത്രി പറഞ്ഞു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന 50 പ്രഭാഷണ പരമ്പരയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന പുതിയ ആശയങ്ങൾ ഉരുത്തിരിയണമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാർഡ് കൌൺസിലർ സൌമ്യ വിനീഷ്, PTA വൈസ് പ്രസിഡന്റ് സുകുമാരൻ MA, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ബീന ഡേവിസ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആൽബിന ഷാഹുൽ, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറും വൈസ് പ്രിൻസിപ്പലുമായ ആൽബർട്ട് ആന്റണി T എന്നിവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ മാനവികമായ തലങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് മാനവിക വിഷയങ്ങളിലും ഏറ്റവും മികവാർന്ന നിലയിലുള്ള മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. പുതുക്കാട് കുറുമാലയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശിയായ കാർ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ ദേശീയപാതയോരത്തെ സംരക്ഷണ തൂണുകൾ തകർത്താണ് മറിഞ്ഞത്. പാതയോരത്തെ 20 അടിയോളം താഴ്ചയിലേക്ക് വീഴാതെ കാർ തടഞ്ഞു നിന്നത് വലിയ അപകടം ഒഴിവാക്കി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ പുറത്തെടുത്തത്. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി VV രാജേഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി പതാക ഉയർത്തി. രവീണ, അംബരീഷ്, EK രാഗി എന്നിവർ സംസാരിച്ചു. അതോടൊപ്പം
4 ഗ്രൂപ്പുകളിലായി സ്കൂളിലെ എല്ലാ കുട്ടികളും പങ്കെടുത്തു. മത്സരത്തിൽ 2ാമതോ 3ാമതോ സ്ഥാനത്തിലേക്ക് പോയിരിക്കും. എങ്കിൽ തന്നെയും നമുക്ക് ഒരു ലക്ഷ്യം വേണം, അത് എത്തിപ്പിടിക്കാനുള്ള ലക്ഷ്യം. നിങ്ങളെല്ലാവരും ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, PT ഉഷയെ പറ്റിയിട്ട്. PT ഉഷ നമ്മുടെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ ബാങ്ക് ഓഫ് ബറോഡ ദേശീയ തലത്തിലുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി തിരഞ്ഞെടുത്തു. തുടർച്ചയായി 3ാം തവണയാണ് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നേട്ടം കൈവരിക്കുന്നത്. ഇന്ത്യയിലെ മികച്ച കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ബെസ്റ്റ് ഇൻ അക്കാദമിക്, ബെസ്റ്റ് ഇൻ സ്പോർട്സ്, ബെസ്റ്റ് ഓൾറൌണ്ടർ എന്നീ 3 വിഭാഗങ്ങളിൽ ബാങ്ക് ഓഫ് ബറോഡ നൽകുന്ന അച്ചീവ്മെന്റ് അവാർഡിന് സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ MBA 2ാം വർഷത്തിലെ 3 വിദ്യാർത്ഥികൾ അർഹരായി. അക്കാഡമിക്സിൽ മികച്ച സ്കോർ നേടിയ ഗോപിക PK, സ്പോർട്സിൽ ശ്രീഹരി VS, മികച്ച ഓൾറൌണ്ടറായി അലീന ബിജു എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. ബാങ്ക് ഓഫ് ബറോഡ തൃശൂർ റീജിയണൽ ഹെഡ് വിമൽജിത് P വിദ്യാർത്ഥികൾക്ക് സമ്മാന തുകയായ 31,000 രൂപയുടെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ അധ്യക്ഷനായിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും സമ്മാനാർഹരായ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7,260 രൂപ, പവന് 58,080 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ് ശല്യം രൂക്ഷം, ഇരുചക്ര വാഹന യാത്രക്കാർ ഭീതിയിൽ. പാലപ്പിള്ളി വലിയകുളത്ത് മാൻ ബൈക്കിൽ വന്നിടിച്ച് ദമ്പതികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഭാര്യയെ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ ഭർത്താവിനെ 14 വർഷത്തിനു ശേഷം കൊരട്ടി പോലീസ് പിടികൂടി. പുതുക്കാട് കുറുമാലിയിൽ നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.